നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് മുടക്കായിരുന്നു. അപ്പോൾ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാ. പൂക്കളും ബബിൾസ് നാരങ്ങ കണ്ട് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി നോക്കിയതാ. ഈ ഒരു ഇല എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പറമ്പ് ആകെ മഴ കാരണം കാട് പിടിച്ച് കിടക്കുക. പറമ്പിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഒന്ന് വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു കാര്യം കാണാനായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു, ചെമ്മാപ്പള്ളി കടവ് തൂക്കുപാലം എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ചെമ്മാപ്പള്ളിയിൽ തൃപ്പയാർ കിഴക്കേ നടയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് ചെമ്മാപ്പള്ളി ചെന്ന് അവിടെ ചെന്ന ഈ തൂക്കുപാലം കാണാൻ പറ്റും. ഗീതാ ഗോപി MLA കാലത്താണ് ഇത്. 2013 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളതെന്നു. രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഒരേ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ സാധിക്കുകയുള്ളൂ. ഈ തൂക്കുപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഇത് ഇങ്ങനെ കിടന്ന് ജർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു പേടിയൊക്കെ തോന്നും. ഒരു പ്രത്യേകതരം വൈബാണ് ഇതുമ്പോൾ കൂടെ നടക്കുമ്പോൾ. ഇപ്പോൾ പരീക്ഷാകാലമായതുകൊണ്ട് ആളുകൾ, കുട്ടികളൊക്കെ, സഞ്ചാരികളൊക്കെ കുറവാണ്. എന്നാലും ഞാൻ ചെന്ന നേരത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് എടുത്തതാണ്. ഞാനിപ്പോൾ ഇപ്പുറത്തേക്ക് വന്നിട്ട് അപ്പുറത്തേക്ക് തന്നെ വീണ്ടും ഒന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. ഇതാ ഉദ്ഘാടനം ചെയ്ത ബോർഡൊക്കെയാണ്. അപ്പുറത്തേക്ക് ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇരുമ്പ് കട്ടി പിടിച്ച് അതുമ്മക്കൂടെ നടക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അടിയിലിങ്ങനെ കയാക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ തൂണും അതിൻ്റെ നീളവും വീതിയാണ് ആ ബോർഡും എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് ഇതാണ് ചെമ്മാപ്പള്ളി അടിയിലാണ് കടവ്. ചെമ്മാപ്പള്ളി കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം ഞാൻ നിൽക്കുന്നതെങ്കിലും അതിൻ്റെ അടിവശത്തേക്ക് കടന്നാൽ നമുക്ക് ഈ കയാക്കിനും ബോട്ടിങ്ങിനൊക്കെ അടിയിൽ കൂടെയാണ്, ആ അതിൽ കൂടെയാണ് നടന്ന് പോകേണ്ടത്. കയാക്കിങ്, പെഡസ്റ്റൽ ബോട്ട്, എല്ലാ വക സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിവശമാണ് ഇപ്പോൾ, അടിവശം എന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വേറെ ഒരു ഓഫീസ് പോലെ ഉണ്ട് കാണാൻ. അതിൻ്റെ ബോട്ട് സർവീസുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ഒരു പുഴയോരം ബോട്ട് സർവീസുകാരായിട്ട് ഞാൻ സംസാരിക്കണ്ടായി. അപ്പോൾ അവർക്കൊരു ചെറിയൊരു റിസോർട്ട് പോലെ, ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ റിസോർട്ട് തന്നെയാണ്. പുഴയോരം തന്നെയാണ് പേര്. ഒരു 75 ആൾക്കൊക്കെ വെറുതെ ഒരു ചെറിയ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ചെറിയ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ചെയ്ത് നടത്താവുന്ന ഒരു ചെറിയ റിസോർട്ട് ഈ പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല വ്യൂ തന്നെയാണ്. അവർക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഇവിടെ വന്ന് ഇവിടെ നിന്ന് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും കണക്കാക്കരുത്. അവരുടെ അതിർത്തിയിൽ നിന്ന് നമുക്ക് അവിടെ പോയിരുന്ന് വർത്തമാനം പറയാനുള്ളൊരു ചെറിയ ചങ്ങാടം പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നത്. കുഴപ്പമില്ലാത്തൊരു തൂക്കുപാലമാണ്. എങ്കിലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.